ഇന്ത്യ എന്ന രാജ്യം ഇന്ന് കാണുന്ന വളർച്ച കൈവരിച്ചതിൽ പ്രവാസിയുടെ വിയർപ്പിനുള്ള വിലയും സ്ഥാനവും എടുത്തു പറയേണ്ടതാണ്. എല്ലാ പ്രവാസിയും പറയുന്ന വർഷങ്ങളുടെ കഷ്ടപ്പാട് നമ്മുടെ സുഖങ്ങളായ കാലമാണ്. ഇപ്പോൾ സ്വദേശീവൽക്കരണം എന്ന പ്രക്രിയയിലൂടെ നിറം മങ്ങുകയാണ് ആ സുന്ദരകാലത്തിന്. കാരണം സൗദി അറേബ്യയുടെ നയങ്ങൾ ഒമാൻ UAEയും ആവർത്തിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ പ്രതിസന്ധിയിലാകുമോ എന്നത് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ മാറുന്നത്. ആദ്യം സൗദി അറേബ്യ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തപ്പോൾ നേരിട്ട തിരിച്ചടിയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്നും തിരിച്ചു വരികയാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത്. കുടുംബമായി സൗദിയിൽ ജീവിച്ച പലരും അക്കാലത്ത് നാട്ടിൽ എത്തിയിരുന്നു. കൂടാതെ കോവിഡിന്റെ കാലവും ഇന്ത്യയുടെ പ്രവാസികളെ വലിയ രീതിയിൽ ബാധിച്ചു. ലീവിന് വന്നവർക്കൊന്നും ജോലിക്ക് തിരികെ വിദേശത്ത് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഞെരുങ്ങി നീങ്ങുന്ന ഇന്ത്യൻ സമ്പത്തിനെ കരകയറ്റിയ പ്രവാസത്തിന്റെയും പ്രവാസികളുടെയും വെല്ലുവിളി കൂടുകയാണിപ്പോൾ. സൗദി അറേബ്യയിൽ വരുന്ന മാറ്റങ്ങൾക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. സൂപ്പർവൈസറി തസ്തികകളായ ബ്രാഞ്ച് മാനേജർ, പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ്, കംപ്ലയിൻസസ് ഓഫീസർ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ഓഡിറ്റർ, ടൂറിസം സ്പെഷ്യലിസ്റ്റ്, ടൂർ ഗൈഡ്, പബ്ലിക് സർവീസ് സൂപ്പർവൈസർ, ഹെൽത്ത് ക്ലബ് അറ്റൻഡ് തുടങ്ങിയവയിലാണ് 70% സ്വദേശി സംവരണം വരാനിരിക്കുന്നത്. അതായത് കമ്പനികളിൽ ഈ തസ്തികകളിൽ 10 പേരെ നിയമിക്കുമ്പോൾ അതിൽ 7 പേർ സ്വദേശികളാവണം. ഇതോടെ പ്രവാസികളുടെ എണ്ണം കുറയും. കൂടാതെ മാർക്കറ്റിംഗ് തസ്തികകളിൽ 50% സ്വദേശിവൽക്കരണത്തിനായി മാറ്റിവെക്കും. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, ടിക്കറ്റ് സെല്ലർ, ട്രാവൽ ടിക്കറ്റ് ക്ലർക്ക്, ട്രാവൽ ഏജന്റ്, ടൂർ ഓർഗനൈസർ, ഇവന്റ് കോർഡിനേറ്റർ, ടൂറിസം ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ ജോലികളിലാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇത് ഉയർത്തുന്ന വെല്ലുവിളിയും ചെറുതൊന്നുമല്ല. ഒമാനിലാവട്ടെ 1 വർഷം പൂർത്തിയാക്കുന്ന മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളും ഒരു സ്വദേശി പൗരനെ നിർബന്ധമായും ജോലിയിൽ നിയമിക്കണം. 10 അതിലധികമോ പ്രവാസി തൊഴിലാളികൾ ഉള്ള കമ്പനികൾ 3 മാസം കൊണ്ട് ഇത് നടപ്പിലാക്കണം. 10-ൽ താഴെയുള്ള പ്രവാസി തൊഴിലാളികളാണെങ്കിൽ ഇത് 6 മാസമാണ്. സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഈ അസമത്വം പരിഹരിച്ച് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം 2,45,000 വിദേശികൾ ജോലി ചെയ്യുമ്പോൾ 2 ലക്ഷം സ്വദേശികൾ മാത്രമാണ് ജോലികളിൽ ഉള്ളതെന്നാണ് ഒമാൻ തൊഴിൽ വകുപ്പിന്റെ കണക്കുകൾ. ഇത് 44% ഉയർത്താനാണ് മന്ത്രാലയം ആലോചിക്കുന്നത്. നിലവിൽ സ്വദേശീവൽക്കരണം 0 തൊഴിൽ മന്ത്രാലയം എടുത്തു പറയുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും സ്വദേശിയെ ഉൾപ്പെടുത്താനുള്ള നിയമം വരും. പക്ഷേ UAEയിലാവട്ടെ അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലെ നിയമങ്ങളിലാണ് സ്വദേശിവൽക്കരണം വരുന്നത്. ഇത് പെട്ടെന്ന് നടപ്പാക്കാനും തീരുമാനമുണ്ട്. 100 കണക്കിന് മലയാളി പ്രവാസികൾ ഉള്ള വിമാനത്താവളമാണിത്. കഴിഞ്ഞ വർഷം 475 സ്വദേശികളെ നിയമിച്ചതിലൂടെ തന്നെ 44.3% സ്വദേശിവൽക്കരണം നടന്നു. ഇനി പരിശീലനം പൂർത്തിയാക്കി വരുന്ന സ്വദേശികളെ സാങ്കേതിക വകുപ്പിലും ഏവിയേഷൻ രംഗത്ത് തൊഴിൽ പരിചയം നേടാൻ വിമാനത്താവള വകുപ്പ് ബന്ധപ്പെട്ട് സർവകലാശാലകളുമായി സഹകരിച്ച് തൊഴിൽ പരിചയം നൽകിയും പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. അബുദാബി സെയ്ദ് വിമാനത്താവളത്തിൽ എയർപോർട്ട് മാനേജ്മെന്റിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യം ഇത് കേരളത്തെ ബാധിക്കും. സ്വദേശി നിയമനം കൂടുന്തോറും മലയാളികളുടെ തൊഴിലവസരം കുറയും. വിമാന കമ്പനികളുടെ ചെക്ക് ഇൻ കൗണ്ടറുകളിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് രംഗത്തും ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇടത്തരം കമ്പനികളിൽ 2 സ്വദേശികളെ നിയമിക്കണമെന്ന നിയമവും UAE കൊണ്ടുവന്നിരുന്നു. മികച്ച ശമ്പളമുള്ള ജോലികൾ ഏറെക്കുറെ പൂർണ്ണമായും സ്വദേശികൾക്കായി മാറ്റിവെച്ച് പദ്ധതി നടപ്പാക്കാനാണ് രാജ്യങ്ങൾ ആലോചിക്കുന്നത്. കമ്പനികളിൽ നിലവിലുള്ള വിദേശി തൊഴിലാളികളെ ഇത് ബാധിക്കും. നിശ്ചിത കാലയളവിനുള്ളിൽ സ്വദേശീവൽക്കരണം നടപ്പാക്കേണ്ടതിനാൽ വിദേശ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും ഇത് ഇടയാക്കുന്നത് വലിയ ഭീഷണിയാണ്. പ്രവാസി സാധ്യതകൾ കുറയുകയാണെന്ന് വ്യക്തമാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് മാറുമ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയണം.